എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറുപഴം വെച്ച് ഞാൻ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ് കൊണ്ടുവന്നേക്കുന്നത്. നോയമ്പിനും ചൂടിനും ഒക്കെ പറ്റിയ ഡ്രിങ്ക്. ഒത്തിരി പാടൊന്നുമില്ല, വളരെ എളുപ്പമെന്ന് തയ്യാറാക്കാവേ. അതിനുവേണ്ടി ഞാൻ 3 ചെറുപഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും ബദാമും ചൂടുവെള്ളത്തിൽ ഇട്ടതാണ്. ആ വെള്ളത്തോടു കൂടി നമുക്ക് അരച്ചെടുക്കാവേ. പഴം അരിഞ്ഞത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഏത് പഴമാണേലും കുഴപ്പമില്ലേ. അതിനകത്ത് തന്നെ നമുക്ക് ഈ ബദാമും നട്ട്സും കൂടെ ചൂടുവെള്ളത്തിൽ കുതിർത്തി അത് ഒഴിച്ച് കൊടുക്കാം ആ വെള്ളത്തോടെ. ഇനി നമുക്കതിലേക്ക് പാല്, തണുപ്പിച്ച പാലാണ്, അതും പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. മധുരം അനുസരിച്ച് ഓരോരുത്തരിട്ട് കൊടുക്കണേ. ഇത് നമുക്ക് അടിച്ചെടുത്തോണ്ട് വരാവേ. എല്ലാം നമ്മൾ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇതിങ്ങനെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് ഇച്ചിരി ചേരുവ കൂടെ ചേർക്കാം. സ്ട്രോബെറിയുടെ ഡ്രോപ്സ് ഇതിൽ 2 തുള്ളി നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇങ്ങനെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്കസ് കുതിർത്തക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാവേ ഇതിലേക്ക്. ആവശ്യത്തിന് ഐസ് ക്യൂബും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി, നല്ല ചൂടിനും നോയമ്പ് തുറയ്ക്കും ഒക്കെ നല്ല പറ്റിയ ഒരു ഡ്രിങ്കാണ്. നമുക്ക് 2-3 ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവേ. നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. നമുക്ക് ഈ പഴം പണ്ട് കാലം മുതൽ നമ്മൾ ഈ പഴം കൊണ്ട് പാലും കൊണ്ട് ഇത് ഡ്രിങ്ക് അടിച്ച് കുടിക്കുന്നതാണ്. തണുപ്പിനും നമ്മുടെ ചൂടായ ശരീരത്തിന് തണുപ്പിനും ഒക്കെ പറ്റുന്നതാണ് ഇത്. വെളി ഭംഗിക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ 2 തണ്ണിമത്തൻ്റെ അരിഞ്ഞതിട്ട് കൊടുക്കുവാണേ. ദാഹത്തിനും ക്ഷീണത്തിനും നോയമ്പ് തുറയ്ക്കും ചൂടിനും ഒക്കെ പറ്റിയ പഴം കൊണ്ടുള്ള നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ എനിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണണേ. ചെറിയ വീഡിയോ അല്ലേ. നാളെ ഞാൻ പുതിയൊരു വിഭവമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.